Hello friends, എല്ലാവർക്കും ടെക്നിക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാ ടൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിത്തൗട്ട് വാട്ടർമാർക്ക് പോലും ഇല്ലാത്ത ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആപ്പിൻ്റെ പേര് VN വീഡിയോ എഡിറ്റർ എന്നാണ്. ഇത് ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്യൂട്ടോറിയൽ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് പോയിട്ട് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ വെച്ചാൽ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും അറിയാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത എഡിറ്റിംഗ് എല്ലാം ഇതിൽ ടെംപ്ലേറ്റിൽ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഫിൽറ്റർ ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫിൽറ്റേഴ്സൊക്കെ ഇതിലേക്ക് ഫയൽ മാനേജർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് എഫക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ മാനേജറിന് ആഡ് ചെയ്യാൻ പറ്റും. ഫോണ്ടുകൾ നിങ്ങൾക്ക് ഫയൽ മാനേജറിന് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റിക്കറും ഫയൽ മാനേജറിന് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഈ ക്രിയേഷൻ ക്രിറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ ഒരു സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഒരു സോഷ്യൽ ആപ്പൊക്കെ പോലെ നിങ്ങൾക്കൊരു ഫോളോ ചെയ്യാനും മറ്റുള്ളവരെ ഫോളോ ചെയ്യാനും അവരുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ആപ്പും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് സെറ്റിംഗ്സ് കാണാം. എക്സ്പോർട്ട് സെറ്റിംഗ്സിൽ ഇവിടെ 4K വരെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഫോണിൽ 180p വരെ ഉള്ളൂ. അപ്പോൾ 4K വരെ സപ്പോർട്ടഡ് ആണെങ്കിൽ 4K വരെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് 16 FPS വരെ നിങ്ങൾക്ക് ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബിറ്റ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് കൂട്ടാനും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് എക്സ്പോർട്ട് ഒറിജിനൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒറിജിനലായിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ എനിക്ക് ഒരു 3 ഓപ്ഷൻ കാണാം. അതിൽ ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ, അതായത് ഇങ്ങനെ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷൻ വേണമെന്നാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. അതുപോലെ തന്നെ ഫിൽ സ്റ്റൈൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വീഡിയോയോ ഫോട്ടോയോ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു ഫിറ്റായിട്ട് വേണോ, അതായത് ഫുൾ ഫിറ്റായിട്ട് വേണോ അല്ലെങ്കിൽ ഫില്ലായിട്ട് വേണോ. ഫില്ലായെന്ന് വെച്ചാൽ നിങ്ങളൊരു വീഡിയോ റെസൊല്യൂഷൻ വെച്ചിട്ടുണ്ട് ഒരു 16:9 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോയിലായിരിക്കും സൂം ചെയ്തിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ കിട്ടും. ഞാൻ ഫിറ്റ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ അടിയിലായിരിക്കും പ്രൊജക്ട് സ്റ്റാഷ് എന്നാണ്. നിങ്ങളൊരു പ്രൊജക്റ്റുകൾ എഡിറ്റ് ചെയ്തിട്ട് അതിൽ പ്രൊജക്റ്റായിട്ടാണ് ഉണ്ടാവും. അപ്പോൾ ആ പ്രൊജക്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്കാണ് പോയി പ്രൊജക്ട് ട്രാഷിൽ. അതുകൊണ്ട് ഇതിൽ 3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് ഡിലീറ്റ് ആവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെറ്റിംഗ്സിലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയുന്നതെന്ന് തോന്നുന്നു. അത് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടാണ്ട് കണ്ടിട്ടാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത നിങ്ങൾക്ക് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. മൈന് പ്ലസ് ഡിസ്കവർ എന്നാണ്. മൈനുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡിസ്കവർ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ പോകാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ എഡിറ്റിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഓപ്ഷൻ കാണാം. ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്നൊരു വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിങ്ങൾക്ക് വീഡിയോയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ടെംപ്ലേറ്റ് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഫയൽ മാനേജറായിട്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ കൂടെ നിങ്ങളുടെ ഫയൽ മാനേജർ പോലെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ തന്നെ എടുക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ തന്നെ ഇപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രോസസ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുക. അത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അധികം ടൈമൊന്നും എടുക്കില്ല. പ്രോസസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോസസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി ടൈം ലൈൻ ആയിട്ടാണ് ഇതിൽ ഉള്ള എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു മുകളിലെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ മുകളിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ നിന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒറിജിനൽ എന്ന ഓപ്ഷൻ. ആ ഒറിജിനൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ 16:9 യൂട്യൂബിൻ്റെ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റേഷ്യോ 4:5, 1:1, അതുപോലെ തന്നെ ടിക്ടോക്കിൻ്റെ 9:16, അങ്ങനെ ഒരുപാട് റേഷ്യോ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാനിപ്പോൾ 16:9 ഞാൻ ഉപയോഗിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ അടിയിലോട്ട് പോകുകയാണെങ്കിൽ അടിയിലോട്ട് നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അടിയിലുള്ള ഓപ്ഷനുകളിൽ ആ ടെംപ്ലേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ടെംപ്ലേറ്റ് ആയിട്ട് മറ്റുള്ളവർ എടുത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഫിൽറ്റർ എന്ന് വെച്ചാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ ഉള്ളതാണ്. ഞാനിപ്പോൾ ഒന്ന് എൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഫിൽറ്റർ കാണിച്ചു തരാം. ഇപ്പോൾ കാണാൻ പറ്റും ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
എല്ലാ ഫിൽറ്ററും ഒരുപാട് ഫിൽറ്റർ ഇതിൽ തന്നെ ഉണ്ട്. എല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഇതിൽ എക്സ്പോസ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, വൈബ്രൻസ്, ടെമ്പറേച്ചർ, വിഗ്നിറ്റ്, ഷാർപ്പണ്, ഹ്യൂ, ഹൈലൈറ്റ്, ഷാഡോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് ആണെങ്കിൽ അതും ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ താഴെ ടിക്ക് ബട്ടൺ അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിലും ഈ ഒരു കളർ ഗ്രേഡ് വെക്കണമെങ്കിൽ അപ്ലൈ ടു ഓൾ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഓപ്ഷൻ പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ സ്പീഡാണ്. ഇതിൽ പറയേണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ് സ്പീഡ്. കാരണം നിങ്ങൾക്ക് സ്പീഡ് എന്ന് പറയാം, നിങ്ങൾക്കൊരു കേർവ് രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സ്ലോ മോഷൻ, പിന്നെ ഒരു സ്പീഡ്, പിന്നെ ഒരു സ്ലോ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് മാത്രം സ്പീഡും സ്ലോ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ നിങ്ങൾക്ക് ഒരു ആഡ് പോയിന്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റുകൾ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കേർവ് വെക്കാൻ പറ്റും. അല്ലാണ്ട് പ്രിസെറ്റ് മാറ്റാം, ഇതിൻ്റെ ഒരു വളവ് മാറ്റി എനിക്ക് മോണ്ടേജ്, ഹീറോ ടൈം, അങ്ങനത്തെ ഒരുപാട് പ്രിസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ സ്പീഡ് ഉണ്ട്, അത് വേണമെങ്കിൽ അതും ആക്കാം. എന്നിട്ട് ടിക്ക് ബട്ടൺ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനിയിപ്പോൾ സ്പ്ലിറ്റ് ഓപ്ഷൻ കൂടി കാണിച്ചുതരാം. സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ സാധാരണ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു സ്പ്ലിറ്റിൻ്റെ ഭാഗം. എന്നിട്ട് നമുക്ക് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താലും ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ കാണിച്ചാൽ അടുത്ത ഓപ്ഷൻ ട്രിമ്മാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ എഫക്ട്സ് ഓപ്ഷൻ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്രിയേഷൻ കിറ്റ് ഉപയോഗിച്ചിട്ട്. പിന്നെ വോളിയത്തിൻ്റെ ഓപ്ഷനാണ്. പിന്നെ BG എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനാണ്. നിങ്ങൾക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫ്രെയിം രീതിയിൽ നിങ്ങൾക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോപ്പ് ഓപ്ഷന്, പിന്നെ മിറർ ഓപ്ഷന്, ഫ്ലിപ്പ് ഓപ്ഷന്, ഫ്രീസ് ഓപ്ഷൻ. നിങ്ങളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ആ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ലെയറിൽ ഫോട്ടോ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൂം ഓപ്ഷൻ, നിങ്ങൾ സൂം ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. സൂം ഔട്ട് ചെയ്യുന്ന മൂവ് ലെഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു ട്രാൻസിഷൻ നമുക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസിഷൻ, ഒരുപാട് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഒരുപാട് എഫക്റ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നത്തെ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ നമ്മുടെ വെർട്ടിക്കൽ രീതിയിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ ഒരു വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ ട്രാൻസിഷൻ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് ഇവിടെ താഴെ ഉള്ളത്. ഇനി ഞാൻ ഇവിടെ 4 ഓപ്ഷൻ കാണാൻ പറ്റും, അതൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ കാണിച്ചു തരാം. ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ, ഒരു മെയിൻ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് മെയിൻ വീഡിയോ. അങ്ങനെ എനിക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും, സബ്ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുതിയിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്ന രീതിയിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മെറ്റീരിയൽ നിങ്ങളുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽ അതിലുണ്ടാവും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത ഓപ്ഷൻ കാണിച്ചു തരാം. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനും പിന്നെ PIP എന്നുള്ള ഓപ്ഷനാണ്, പിക്ചർ ഇൻ പിക്ചർ. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മുകളിൽ ഒരു ലെയർ ആയിട്ടൊരു വീഡിയോ, ചില ആൾക്കാർ കാണുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്രീൻ റെക്കോർഡ്, അങ്ങനെ എനിക്ക് 3 ലെയർ വീഡിയോ വരെ എനിക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടാവും 3 ലെയർ വീഡിയോകൾ, ട്രെൻഡിങ് എന്നൊരു വീഡിയോ ആണത്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഫോട്ടോ ഉണ്ടാവും, സ്റ്റിക്കർ ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഓപ്ഷൻ വെച്ചാൽ ടൈറ്റിൽ ഓപ്ഷനാണ്, ടെക്സ്റ്റ് ഓപ്ഷനാണ്. ടെക്സ്റ്റ് ഓപ്ഷനിൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുണ്ട്. ഫ്രെയിം ഓപ്ഷൻ ഉണ്ട്, സ്വൈപ്പ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്, എൻ്റെ നെയിം തന്നെ, എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നെയിം തന്നെ ടൈപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ടെക്സ്റ്റ് ഫ്രെയിം രീതിയിലോ വേറെ രീതിയിലൊക്കെ മാറ്റാം. ഫോണ്ടുകൾ, ഒരുപാട് ഫോണ്ടുകൾ ഇതിൽ തന്നെ ഉണ്ട്. മാർബൽ എന്നുള്ള ഫോണ്ട്, ഏലിയൻ, ബുക്ക്, സിഗ്നേച്ചർ, ലോലിപോപ്പ്, ജുറാസിക് എന്നുള്ള ഫോണ്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഫോണ്ടുകൾ നിങ്ങളുടെ ഫയൽ മാനേജറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളറുകൾ, ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോക്ക് ഉണ്ട്, ഷാഡോ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്, മൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ, അലൈൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ കീ ഫ്രെയിം, ഇവിടുന്ന് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീങ്ങുന്ന രീതിയിൽ ഒരു കീ ഫ്രെയിം ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ ലെയർ, ആ ഒരു ഇവിടെ ലെയറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ആ ലെയർ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങുന്ന രീതിയിൽ കീ ഫ്രെയിം ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ പറഞ്ഞുതരാം, നമ്മളെ മ്യൂസിക് ഓപ്ഷനിൽ ഇവിടെ 3 ഓപ്ഷൻ കാണാം. മ്യൂസിക്, എഫക്റ്റ്, റെക്കോർഡ്. ഇതിൽ തന്നെ ഒരു മ്യൂസിക്കുകളൊക്കെ ആഡ് തരുന്നുണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിൽക്കാം വോയിസ് ഓവർ ചെയ്യാൻ പറ്റും എഫക്റ്റുകളുണ്ട്. ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. മ്യൂസിക് ഓപ്ഷൻ നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ മാനേജറിന് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലുണ്ട്, പക്ഷേ അത് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. സോ ഒന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബിലോ ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഉള്ളിലുള്ള മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. ഫയൽ മാനേജർ പോയിട്ടൊരു ഓഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ട്രിം ചെയ്യാൻ പറ്റും. വോളിയത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിനാകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വോളിയം നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ ആ ഒരു വോളിയേ ഉള്ളൂ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. കുറക്കാൻ പറ്റും, പക്ഷേ കൂട്ടാനൊന്നും പറ്റില്ല. ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. കൈൻമാസ്റ്റർ ലെവൽ വോളിയം എൻവലപ്പോ അല്ലെങ്കിൽ ഈക്വലൈസറോ റീവേർബോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫെയ്ഡ് ചെയ്യാനും ഫെയ്ഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് ബീറ്റ് ഉണ്ട്, അതായത് നിങ്ങളിപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി വീഡിയോ വരുന്ന രീതിയിൽ മ്യൂസിക് ബീറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മ്യൂസിക്കിൻ്റെ ആണ്. അത് തുടർന്നുള്ള അപ്ഡേറ്റുകൾ വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് താഴെയുള്ളത് ഫോർവേഡ് ഓപ്ഷൻ. ആ ഫോർവേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലെയറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഫോർവേഡ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടോ ബട്ടൺ ഉണ്ട്. ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.